ഹായ്, ഇന്ന് ഈ വീഡിയോ നമ്മുടെ മാസ ചെലവുകളെ അടിസ്ഥാനമാക്കിയാണ്. വീട്ടിൽ ഒരു നമുക്ക് ചെലവുകൾ ഉണ്ടാവും. നമ്മൾ ഒരു മാസം ഒരു ഫാമിലി റൺ ചെയ്യണമെങ്കിൽ ഒരു പർട്ടിക്കുലർ ചെലവ് നമുക്ക് എന്തായാലും ഉണ്ടാവും. അതെങ്ങനെ, ഈ ചെലവുകൾക്ക് എങ്ങനെ എത്ര ശതമാനം അലോക്കേറ്റ് ചെയ്യാം, എങ്ങനെ ഇത് റൺ ചെയ്യാം, അതുപോലെ നമുക്ക് എത്ര ശതമാനം സേവ് ചെയ്യണം എന്നുള്ള വീഡിയോ ആണിത്. ഇത് ഡീറ്റെയിൽ ആയി നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അവരുടെ സാലറി 50,000 രൂപയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനമാണ് ഓരോ ചിലവുകൾക്കും സ്പെൻഡ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ചാർട്ടാണിത്. അതായത് ഹൗസ് റെൻറ്റ്, ഹോം ലോൺ, നമുക്ക് വീട്ട് ലോൺ അല്ലെങ്കിൽ വാടക വീട്ടിലാണെങ്കിൽ 30% വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാം, അതായത് 15,000 രൂപ. പിന്നെ നമുക്കുള്ള ചിലവ് ഗ്രോസറി ആൻഡ് ഫുഡാണ്. അതിന് നമുക്ക് 15%, ഒരു മാസത്തെ സാലറിൻ്റെ 15%, 7,500 രൂപ ഗ്രോസറിയും ഫുഡ്. ട്രാൻസ്പോർട്ട് ആൻഡ് പെട്രോൾ, നമ്മളെ യാത്രാ ചെലവുകൾ, അത് 10%, 5,000 രൂപ. യൂട്ടിലിറ്റി, നമ്മുടെ ബില്ലുകൾ, ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, അങ്ങനെയുള്ള ബില്ലുകൾ പേയ്മെൻറ്റ് ചെയ്യാൻ നമുക്ക് 5%, 2,500 രൂപ. അടുത്ത ചിലവാണ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് എല്ലാ മാസമുള്ള ചിലവല്ല, പക്ഷെ ഇത് ഓരോ മാസം എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് റിന്യൂവൽ സമയത്ത് കഷ്ടപ്പെടാതെ ഇതെടുത്ത് അടക്കാം. ഓരോ മാസവും 5% നീക്കി വെക്കേണ്ടത്, 2,500 രൂപ. പേഴ്സണൽ എക്സ്പെൻസ്, നമ്മുടെ പേഴ്സണലായ ചിലവുകൾ വഹിക്കുന്നതിന് 10% നമ്മൾ നീക്കി വെക്കേണ്ടത്, 5,000 രൂപ. ഡെപ്റ്റ് റീപേയ്മെൻറ്റ്, നമ്മൾ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ റീപേയ്മെൻറ്റ് ചെയ്യാനുള്ളതാണ് ഇത് 5%, 2,500 രൂപയാണ് നമ്മൾ നീക്കി വെക്കേണ്ടത്. അടുത്ത നമുക്കൊരു ചിലവാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള അൺഎക്സ്പെക്റ്റഡായ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി, അതായത് ആസ്പത്രി ചിലവുകൾ, കുട്ടികളെ ആസ്പത്രി ചിലവുകൾ, നമ്മളെ ആസ്പത്രി ഫാമിലിയിലായിരിക്കും അന്നൊരു ചിലവ് നമുക്ക് പെട്ടെന്ന് നേരിടാൻ പറ്റില്ല. പക്ഷെ അത് ചെയ്യാൻ 5% നമ്മൾ എല്ലാ മാസവും നീക്കിയിരിക്കണം. ഒരു വർഷത്തെ സാലറീൻ്റെ 5 മാസത്തെ സാലറിയാണ് നമ്മൾ, ഇത് ഒരു കോമൺ ലോ ആണെങ്കിൽ 5 മാസത്തെ സാലറി നമ്മൾ നീക്കിയിരിപ്പായിട്ട് ഇങ്ങനെ വെക്കണം. 5%, 2,500 വെച്ച് നീക്കിയിരിക്കണം എന്നാണ് ഒരു കോമൺ ലോ. അത് നമുക്ക് വേണമെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ, ലിക്വിഡ് ഫണ്ടിൽ പാർക്ക് ചെയ്ത് വെക്കാം. അതായിരിക്കും നല്ലത്, പെട്ടെന്ന് വിഡ്രോ ചെയ്യാനും പറ്റും. ഇതാണ് നമ്മളെ എക്സ്പെൻസ്, ഇത്രയും എക്സ്പെൻസ്. അടുത്ത് നമുക്ക് സേവിങ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾ 20% നമ്മൾ സേവിങ്സിന് നീക്കി വെക്കേണ്ടത്, സാലറിയുടെ 20%. അതായത് 50,000 സാലറി കിട്ടുന്ന ഒരാൾ 10,000 രൂപയാണ് നീക്കി വെക്കേണ്ടത്. സേവിങ് ആയിട്ട് എന്തൊക്കെയാണ് സേവ് ചെയ്യേണ്ടത്? 10,000 രൂപ നമ്മൾ നീക്കി വെച്ചാൽ അതിന് ബെസ്റ്റ് നമുക്ക് ഇക്വിറ്റി ഷെയർസ് ആൻഡ് മ്യൂച്വൽ ഫണ്ട്, ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വേണമെങ്കിൽ 2ലും ആയിട്ട് വിടാം. പക്ഷെ നമുക്ക് ഏറ്റവും അഡ്വൈസബിൾ SIP ആണ്. മന്ത്ലി SIP 6,000 രൂപ നീക്കി വെക്കുന്നതായിരിക്കും നല്ലത്. ആ SIP എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് എന്നുള്ള ഏതെങ്കിലും ഫണ്ട് നോക്കിയിട്ട് നല്ല SIP സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുത്താൽ എല്ലാ മാസവും അക്കൗണ്ടിൽ നിന്ന് കട്ടാവും. അതാണ് SIP ആണ് നല്ല ഇത്. അതിൽ PPF, NPS, അതായത് NPSനോ ഒരു മാസം 2,000 രൂപ ചിലവിടുക. പിന്നെ ഷോർട്ട് ടേം സേവിങ്സ്, അതായത് സംഘം, കുറി, അങ്ങനെയുള്ള 2,000 രൂപ അതിന് നീക്കി വെക്കുക. ഇതാണ് നല്ലൊരു ബാലൻസ് ഷീറ്റ് മാനേജ് ചെയ്തു പോകുന്ന ഒരു എക്സ്പെൻസ് റേഷ്യോ, സേവിങ്സ് ആൻഡ് എക്സ്പെൻസ് റേഷ്യോ. ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോയാൽ നമുക്കൊരു സക്സസ്ഫുൾ ലൈഫ് കൊണ്ടുപോകാം, ഫിനാൻഷ്യൽ കരിയർ കൊണ്ടുപോകാം.